സത്യം പറയാം, ഞാൻ ഇപ്പൊ അത് പ്ലേ ചെയ്തിട്ടില്ല, ഞാൻ എഡിറ്റിൽ അത് കേട്ടുവാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ കരയുമായിരുന്നു അത് കണ്ടിട്ട്. മീശയെ പൊക്കിക്കൊണ്ട് നടന്നവരാണ്. നാട്ടുകാരുടെ മുന്നിൽ മര്യാദയ്ക്കുള്ള എന്തൊരു കാര്യം അല്ലാത്തതുണ്ടോ അതൊക്കെ ഇവർ പൊക്കിക്കൊണ്ട് നടക്കും. ഇവരിങ്ങനെയാണ്, ഇങ്ങനെ തന്നെയാണ്. നഗ്നതയിൽ തേടുന്നത് ലൈംഗികതയാണ്. അതുകൊണ്ടാണ് ഒരു നഗ്നത കാണുമ്പോൾ നിങ്ങൾ കണ്ണടയ്ക്കുന്നത്, അല്ലെങ്കിൽ അയ്യേ എന്ന് പറയുന്നത്. ഇങ്ങനെ അല്ലാതെയും നാടകം ചെയ്യാമല്ലോ. മുമ്പും ഒരുപാട് നാടകങ്ങൾ കേരളം സാക്ഷി വഹിച്ചിട്ടുണ്ട്. അത് വിപ്ലവകരമായിട്ടുള്ള നാടകങ്ങൾ അല്ലാത്തതും. അതിലൊക്കെയും ഈ വക കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവതരിപ്പിച്ചിരുന്നത്? നിങ്ങളൊക്കെ തന്നെ പറയുന്ന നങ്ങേലിയുടെ മുല മുറിച്ച കഥയ്ക്ക് നിങ്ങൾ ആർട്ടിസ്റ്റിന്റെ മുല മുറിച്ച് ആളുകൾക്കിടയിലേക്ക് എറിയൂ. ഡിവൈഎഫ്ഐയുടെ രക്തസാക്ഷികളെ ആദരിച്ച വേദിയിൽ അവതരിപ്പിച്ച മീസ എന്ന് പറയുന്ന നാടകം വലിയ വിവാദമായത്ര. എന്താണ് വിവാദമാകാൻ കാരണം? ചെറിയൊരു സംഭവം കാണിക്കാൻ കണ്ടു. രാഷ്ട്രവിരുദ്ധതയാൽ മൗനം മാത്രം സുരക്ഷയായി പ്രഖ്യാപിക്കപ്പെട്ടു. ആ രാത്രിയിൽ ആയിരക്കണക്കിന് മനുഷ്യരെ വാറണ്ട് പോലുമില്ലാതെ വീടുകളിൽ നിന്നും വലിച്ചിഴച്ച ജയിലിൽ അടച്ചു. 1000 ഒരു പേര് ഭരണകൂടത്തിന്റെ ഭയമായി മാറി. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഇത് പബ്ലിക്കായിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ ഹാജരായിരിക്കുന്ന ഒരു വേദിയിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു നാടകമാണ്. അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് പീഡനങ്ങൾ നേരിട്ട് മരണപ്പെട്ട സ്നേഹ റെഡ്ഡിയുടെ കഥയാണ് ചിലങ്ക തിയേറ്റേഴ്സ് ഇതിൽ അവതരിപ്പിച്ചത് എന്നാണ് പറയുന്നത്. ഈ സംഭവം പുറത്തു വന്നതിന് ശേഷം, ഈ ക്ലിപ്പ് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് പേര് ഇതിന്റെ മ്യൂസിക് മാറ്റിയും പല രീതിയിൽ എഴുതിയും ഒക്കെ ഇത് ശരിയല്ല, പൊതുവേദിയിൽ അവതരിപ്പിക്കുന്ന ഒരു നാടകം ഒരിക്കലും ഒരു നഗ്നതാ പ്രദർശനമാകാൻ പാടില്ല എന്ന് വിമർശിച്ചതിനെ തുടർന്ന് ഡിവൈഎഫ്ഐക്കാരും കുറെ ഇടതുവശ ചിന്താഗതിയുള്ള വോക്കിസ്റ്റുകളും എഴുത്തുകാരും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. പറയുന്ന കാര്യം ഇതാണ്: കല എന്ന് പറയുന്നതിനെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല. കല എന്ന് പറയുന്നത് CPMന്റെ മാത്രം കുത്തകയായിട്ടുള്ള ഒരു സംഗതിയാണ്. നിങ്ങൾ നഗ്നതയിൽ തേടുന്നത് ലൈംഗികതയാണ്. അതുകൊണ്ടാണ് ഒരു നഗ്നത കാണുമ്പോൾ നിങ്ങൾ കണ്ണടയ്ക്കുന്നത്, അല്ലെങ്കിൽ അയ്യേ എന്ന് പറയുന്നത്. അല്ലാത്തവർക്ക് ഒരാൾ നഗ്നനായിട്ട് മുമ്പിൽ കൂടെ പോയാലും നമ്മളിങ്ങനെ നോക്കിയിട്ട് നമ്മളെ കാര്യത്തിന് പോകും. അപ്പൊ ആ മാനസിക വളർച്ച ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇതിനെയൊക്കെ വിമർശിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ ഒരു നാടക ആസ്വാദിക എന്ന നിലയിൽ എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നാടകം സിനിമ പോലെയല്ല എന്നതറിയാമല്ലോ. ഇപ്പം നഗ്നയാക്കി റോഡിലൂടെ നടത്തി എന്നൊരു രംഗം ചിത്രീകരിക്കാനായിട്ട് ആ നാടകത്തിന്റെ ആർട്ടിസ്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് നഗ്നയാക്കാൻ പറ്റുമോ? ബലാത്സംഗം ചിത്രീകരിക്കാൻ ബലാത്സംഗം ചെയ്യാൻ പറ്റുമോ? ഇനി ഒരു തൂക്കിക്കൊല്ലുന്ന ഒരു രംഗമാണ് ചിത്രീകരിക്കുന്നെങ്കിലോ ആർട്ടിസ്റ്റിനെ തൂക്കിക്കൊല്ലുവാണോ ചെയ്യുന്നത്? എല്ലാ കാര്യങ്ങളും പ്രദർശിപ്പിക്കുന്നതിനൊരു രീതി ഉണ്ടല്ലോ. ജോയ് മാത്യു എഴുതിക്കൊണ്ടു വിദേശത്തൊക്കെ നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് ഈസി ആയിട്ട് ഇരിക്കാറുണ്ട്. വിദേശമല്ല കേരളം എന്നുള്ളത് താങ്കൾക്ക് ഇനി നമ്മൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ അവതരിപ്പിക്കുമ്പോൾ ഇവിടത്തെ ആൾക്കാരുടെ രീതിക്ക് വേണം അത് അവതരിപ്പിക്കാൻ. അതല്ലാതെ ഇതിന് വേറൊരു ന്യായമില്ല. പിന്നെ നിങ്ങൾക്ക് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഈ സംഗതികളൊക്കെ അവതരിപ്പിക്കാം. നിങ്ങൾക്ക് ടിക്കറ്റ് വെച്ച് അഡൽസ് ഓൺലി ആണെന്നും മാത്രം പറഞ്ഞിട്ട് പിള്ളേരില്ലാതെ ഒരു തിയേറ്ററിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇത് അവതരിപ്പിക്കാം. അത് ആവശ്യമുള്ള ആൾക്കാർ വന്ന് കണ്ടാൽ മതി. പക്ഷെ മൈതാനത്ത് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഇതെങ്ങനൊക്കെ പുറത്തു പോകും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണമായിരുന്നു. ആ ഒരു ഔചിത്യം അല്ലെങ്കിൽ ഒരു വിവേചന ബുദ്ധി അതൊക്കെ നിങ്ങൾക്ക് വേണമായിരുന്നില്ലേ? ഇങ്ങനെ അല്ലാതെയും നാടകം ചെയ്യാമല്ലോ. മുമ്പും ഒരുപാട് നാടകങ്ങൾ കേരളം സാക്ഷി വഹിച്ചിട്ടുണ്ട്. അത് വിപ്ലവകരമായിട്ടുള്ള നാടകങ്ങൾ അല്ലാത്തതും. അതിലൊക്കെയും ഈ വക കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവതരിപ്പിച്ചിരുന്നത്? നിങ്ങളൊക്കെ തന്നെ പറയുന്ന നങ്ങേലിയുടെ മുല മുറിച്ച കഥയ്ക്ക് നിങ്ങൾ ആർട്ടിസ്റ്റിന്റെ മുല മുറിച്ച് ആളുകൾക്കിടയിലേക്ക് എറിയോ? അപ്പൊ നിങ്ങൾക്ക് കാണിക്കുന്നതിന് ഒരു രീതിയുണ്ട്. അതുപോലെ നിങ്ങൾക്ക് മൊബൈൽ ബാൻ ചെയ്യാം. ഈ ആർട്ടിസ്റ്റ് പറയുന്നുണ്ട് 2 മണിക്കൂർ നാടകത്തിന്റെ ചെറിയൊരു ക്ലിപ്പ് മാത്രമാണ് ഈ ഇങ്ങനെ എല്ലായിടത്തും നടന്ന് പ്രചരിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് അത് ഹൈഡ് ചെയ്തില്ല? നിങ്ങൾ നാട്ടുകാർക്ക് മുമ്പിൽ കാണിക്കുന്നതിന് ഒരു പരിധിയുണ്ട് എന്നതിനെ പറ്റി ബോധവാന്മാരാകേണ്ടതല്ലേ? ഇനി ഇങ്ങനെ അല്ലാതെയും നാടകം നടത്താമല്ലോ. ഞാനൊരു വീഡിയോ കാണിക്കാം. ഇത് ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റിയിട്ട് കുട്ടികൾ ചെയ്ത നാടകമാണ്. धर्म क्या है तुम्हारा? बताओ अपना धर्म। हिंदू। नहीं, क्यों मार दिया मुझे भी मार दो। नहीं देना मुझे, मार दो मुझे। मैं तुझे नहीं मारूंगा। जा बता दे अपने मोदी को। मेरे देश मेरी आंख का तारा है तुम, मेरे देश मेरे दिल का सहारा है तुम। खून जितना है बदन में मैं बहा दूं कुछ पे, मेरी जान से प्यारा है तुम। हमारे देश की हर माता, देश की हर बहन को और देश की हर बेटी को आज समर्पित करता हूं ऑपरेशन सिंदूर।
कैप्टन ऑफ इंडियन आर्मी। मैं व्योमिका सिंह, विंग कमांडर ऑफ इंडियन एयरफोर्स। भारत की बेटियों को छोड़ा था ना, अब भारत की बेटियां तुम्हें नहीं छोड़ेगी। चाहे चलनी कर दो बाल को नाचूं दे दूंगी। आज से आन मेरी मैं तुमको नाचूं दे दूंगी। जान चाहे चलनी कर दो बाल को नाचूं दे दूंगी। नजर बदल के देखो तो मैं नजर नहीं लगने दूंगी, पर छेड़ के देखो तो मुझको मैं तुमको नहीं छोड़ूंगी। तालियां वाली छे धर्म पूछ के मारा था ना तुमने, धर्म बता के मारेंगे। और हमारा धर्म है भारत। वंदे मातरम। क्या बात है यार, एक बार ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തുപ്പി എറിയാൻ തോന്നുന്നുണ്ടോ? എഴുന്നേറ്റ് പോകാൻ തോന്നുന്നുണ്ടോ? ഞാൻ കരയുമായിരുന്നു. സത്യം പറയാം, ഞാൻ ഇപ്പൊ അത് പ്ലേ ചെയ്തിട്ടില്ല, ഞാൻ എഡിറ്റിൽ അത് കേട്ടുമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ കരയുമായിരുന്നു അത് കണ്ടിട്ട്. ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് കല ഉപയോഗിക്കാമല്ലോ? പറ്റില്ല. അതെ, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ യോനി കവാടമൊക്കെ ഉണ്ടാക്കിയ ആൾക്കാരല്ലേ. നിങ്ങളുടെ കല എന്ന് പറഞ്ഞാൽ പട്ടികൾ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഇതൊക്കെയാണ് നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ തോട്ട്, നിങ്ങളുടെ നിലവാരം. നിങ്ങൾ വിപ്ലവങ്ങൾ കുട്ടികളെ ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ മര്യാദയ്ക്ക് ജീവിക്കാൻ പഠിപ്പിക്കില്ല. അങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആൾക്കാർ തന്നെ എന്നേക്കും നന്നായി പോയിന്. അതാ വീണ്ടും ഡിവൈഎഫ്ഐയുടെ വേദിയിൽ മിസ എന്ന നാടകം വരുന്നുണ്ട്. അത്ഭുതമൊന്നും തോന്നുന്നില്ല. മീശയെ പൊക്കിക്കൊണ്ട് നടന്നവരാണ്. നാട്ടുകാരുടെ മുന്നിൽ മര്യാദയ്ക്കുള്ള എന്തൊരു കാര്യം അല്ലാത്തതുണ്ടോ അതൊക്കെ ഇവർ പൊക്കിക്കൊണ്ട് നടക്കും. ഇവരിങ്ങനെയാണ്, ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതാണോ കല, അതോ ഞാൻ കാണിച്ച വീഡിയോ ആണോ കല? നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക. ഇങ്ങനത്തെ ഡിവൈഎഫ്ഐക്കാരുടെ പോലത്തെ കലകളെ നിങ്ങൾ പേഴ്സണലി സ്വാഗതം ചെയ്യുന്നുണ്ടോ, അംഗീകരിക്കുന്നുണ്ടോ? തുടർന്ന് കാണുക പോളി ന്യൂസ്.